ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്മോളസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് 1 ഡിജിറ്റ് നമ്പർ, സ്മോളസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ, സ്മോളസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ, അങ്ങനെ 7 ഡിജിറ്റ് വരെയുള്ള നമ്പേഴ്സ്. 1 ഡിജിറ്റിലെ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? 1 ഡിജിറ്റിലെ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? ഇതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ സ്മോളസ്റ്റ് 1 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. സ്മോളസ്റ്റ് 1 ഡിജിറ്റ് നമ്പർ എന്താണ്? 1 ആണ്. ലാർജസ്റ്റ് 1 ഡിജിറ്റ് നമ്പർ ഏതാണ്? 9 ആണ്. ലാർജസ്റ്റ് 1 ഡിജിറ്റ് നമ്പർ എന്താണ്? 9. ഇനി സ്മോളസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ, സ്മോളസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ ഏതാണ്? 10 ആണ്. 10. ഇനി ലാർജസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ ഏതാണ്? 2 ഡിജിറ്റ് വേണം. 9 ആണ് വലിയ സംഖ്യ. അപ്പോൾ നമുക്ക് 2 9 എഴുതാം. 2 99 കേട്ടോ. ഇനി സ്മോളസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ, 3 ഡിജിറ്റ് വേണം. അപ്പം 1 എഴുതിയിട്ട് 3 അക്കം വരണം. അപ്പം 1 എഴുതിയിട്ട് 2 0 ഇടണം കേട്ടോ. ഇനി ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ 9 9 9 ഉണ്ടോ? 9 99 999. ഇനി സ്മോളസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ, ഇപ്പോൾ 1 2 3 4 4 ഡിജിറ്റ് വേണ്ടേ? അപ്പോൾ 1 എഴുതിയിട്ട് 3 0. ഇനി ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ 4 പ്രാവശ്യം 9 എഴുതിയാൽ മതി അല്ലേ? 9 9 9 9 കേട്ടോ. ഇനി സ്മോളസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ, 5 ഡിജിറ്റ് വേണം. അപ്പോൾ 1 2 3 4 5 10,000. ഇനി ലാർജസ്റ്റ് 5 ഡിജിറ്റ് നമ്പറോ? അപ്പോൾ 1 2 3 4 5 9 9 9 9 9. ഇതെങ്ങനെ വായിക്കുന്നേ? 99,999. ഇനി 6 ഡിജിറ്റ് നമ്പർ, സ്മോളസ്റ്റ് വരുമ്പോൾ എങ്ങനെ എഴുതണം? 6 ഡിജിറ്റ് എഴുതണം അല്ലേ? 1 2 3 4 5 6 ഉണ്ടോ? ഇനി ലാർജസ്റ്റ് 6 ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞാലോ? 6 ടൈംസ് എഴുതിയാൽ പോരെ? 1 2 3 4 5 6 ഉണ്ടോ? ഇനി ലാർജസ്റ്റ് 7 ഡിജിറ്റ് നമ്പർ, അപ്പോൾ 1 2 3 4 5 6 7 ശരിയായില്ലേ? ഇനി ലാർജസ്റ്റ് 7 ഡിജിറ്റ് നമ്പറോ? 1 2 3 4 5 6 7. അപ്പം 7 ഡിജിറ്റാണ്. 7 9 എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ലാർജസ്റ്റ് 7 ഡിജിറ്റ് നമ്പർ കിട്ടും. അപ്പം ഇപ്പോൾ എളുപ്പമായില്ലേ? സ്മോളസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ഡിജിറ്റ് ആണെങ്കിലും കുട്ടികൾക്ക് എഴുതാമല്ലോ. അപ്പോൾ ഇത് നന്നായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ അതിൻ്റെ സ്ഥാനം, അതിൻ്റെ പ്ലേസ് ഒക്കെ മനസ്സിലാക്കി ഇരിക്കുക. താങ്ക് യു.